ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് വിജ്ഞാന ഭാഷ, എന്താണ് വൈജ്ഞാനിക സമൂഹം അല്ലെ, കേരളം എന്തുകൊണ്ടൊരു വൈജ്ഞാനിക സമൂഹമായി മാറണം, മലയാളം എന്തുകൊണ്ടൊരു വിജ്ഞാന ഭാഷയായി തീരണം, ഇതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആധുനിക കാലത്ത്, പുതിയ കാലത്ത് ഒരുപാട് തരത്തിലുള്ള വെല്ലുവിളികളുണ്ട് എന്നും ആ വെല്ലുവിളികളെ നേരിടാൻ എന്ത് ചെയ്യണം, ഒരു വിജ്ഞാന സമൂഹമായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്നൊരു ചിന്തകളെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ലേഖനത്തിലൂടെ CM മുരളീധരൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എഴുത്തുകാരനൊന്ന് പരിചയപ്പെടാം. CM മുരളീധരനാണ്. മലയാള ഭാഷാ ഗവേഷകനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമാണ് CM മുരളീധരൻ. ഭാഷാസൂത്രണം, പൊരുളും വഴികളും, മലയാള ഭാഷയുടെ വൈജ്ഞാനിക പദവി, വിജ്ഞാനവും വിജ്ഞാന ഭാഷയും തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഈ ഒരു ഭാഷാസൂത്രണം, പൊരുളും വഴികളും എന്ന് പറയുന്ന കൃതിക്ക് 2022 എന്താ പറയാ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള ഭാഷയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം ചർച്ച ചെയ്തിരുന്ന ഒരു എഴുത്തുകാരനാണ് CM മുരളീധരൻ. അപ്പൊ എന്താണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്? ഏറ്റവും സിമ്പിൾ ആയിട്ട് അതിന്റെ ഭാഷ കൊണ്ടും അതിന്റെ ഒരു എന്താ പറയാ പുതിയ പുതിയ പദങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ എന്താണ് ചെറിയൊരു ആശങ്കയിലാക്കും. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള പാഠങ്ങളാണ്. അപ്പോൾ ഈ ടീച്ചർ പറയുന്നതൊക്കെ എന്താണ്, ചോദ്യങ്ങളാണ്. അതായത് ഓരോ പാരഗ്രാഫും എന്താണ് ടീച്ചർ ഇങ്ങനെ ചെറിയ ചെറിയ പോയിന്റ് ആക്കി മക്കൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അപ്പോൾ ഈ പോയിന്റുകൾ മാത്രം പരീക്ഷയ്ക്ക് എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. പക്ഷെ ഇതൊക്കെ എന്താണ് 5 മാർക്കിന്റെ നമുക്ക് ഷോർട്ട് എസ്സേ ഒക്കെ വരുന്ന, ഒരുപാട് ഷോർട്ട് എസ്സേസ് വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ എന്താണ് ഇതിലെ കേന്ദ്ര ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജ്ഞാന ഭാഷ എന്താണ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരാം അല്ലെ. എന്താണ് വിജ്ഞാന ഭാഷ നമ്മൾ പഠിച്ചിരിക്കണം. വൈജ്ഞാനിക സമൂഹം എന്താണ് എന്നുള്ളൊരു ചോദ്യം അല്ലെ. എന്താണ് വൈജ്ഞാനിക സമൂഹം അല്ലെ. അപ്പൊ ഇതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? കേരളത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ചാണ് അല്ലെ. അപ്പൊ കേരളം എന്ന് പറയുന്നത് ശാസ്ത്രബോധം, യുക്തിചിന്ത, നവോത്ഥാന മൂല്യങ്ങളെയൊക്കെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു നാടായിരുന്നു. പലതരത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ, നവോത്ഥാന നായകരൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു നാടായിരുന്നു നമ്മുടെ നാട്. മതനിരപേക്ഷത ഇന്ന മതത്തിനൊന്നും പ്രാധാന്യമില്ലാതെ എല്ലാവരും ഒത്തുചേർന്ന് താമസിച്ചിരുന്ന ഇടമായിരുന്നു അല്ലെ. സാമൂഹ്യ നീതി ഉറപ്പാക്കിയിരുന്നു. ഇവിടെ ജെൻഡർ വ്യത്യാസങ്ങൾ, ലിംഗഭേദം ഒന്നും ഇല്ലാതെ മനുഷ്യരെ തുല്യരായി കാണാനുള്ള വളരെ മനോഹരമായിട്ടുള്ള സമത്വ സുന്ദരമായിട്ടുള്ള ഒരു ഇടമായിരുന്നു കേരളം എന്ന് നമ്മൾ പറയുന്നു അല്ലെ. ആദ്യകാലത്തൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിലും മറ്റ് ഇടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇതിലൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചു. നവോത്ഥാനത്തോടുകൂടെ പരിണാമം സംഭവിച്ചെന്താണ്, പലതരത്തിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ വന്നു എന്ന് പറയാണ് അല്ലെ. ജനാധിപത്യം ജനങ്ങളെ തെരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യാണ്, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കപ്പെടുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉള്ള നാടാണ് ഇത് കേരളം എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് പലതരത്തിലുള്ള വെല്ലുവിളികൾ പുതിയ കാലത്ത് ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണ് പുതിയ കാലത്തെ വെല്ലുവിളികൾ എന്ന് പറയുന്നത്? യുക്തിരാഹിത്യം, യുക്തിയില്ലായ്മ, ശാസ്ത്രീയമല്ലാതെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നു, മൂല്യങ്ങളുടെ ക്ഷയം സംഭവിക്കുന്നു. ഇതൊക്കെ പുതിയ കാലത്ത് ഉണ്ടാവുന്ന വെല്ലുവിളിയാണ്. ഇനി ടെക്സ്റ്റിലെ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചിട്ട് ഈ പോയിന്റുകളൊന്ന് വായിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അല്ലെ. അപ്പൊ കേരളത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ചാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. എന്തായിരുന്നു? ശാസ്ത്രബോധത്തിലും യുക്തിചിന്തയിലും ഒക്കെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇടമായിരുന്നു കേരളം. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച, മതനിരപേക്ഷമായ, സാമൂഹ്യ നീതികൾ ഉൾക്കൊണ്ട, ജനാധിപത്യ ബോധമുള്ള ഒരു ഇടമായിരുന്നു കേരളം എന്ന് പറയുന്നത്. പക്ഷെ പുതിയ കാലത്ത് യുക്തിരാഹിത്യം, അശാസ്ത്രീയത, മൂല്യങ്ങളുടെ ക്ഷയം സംഭവിക്കുന്നതിലൂടെ അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ പുതിയ കാലത്ത് എന്ത് ചെയ്യുന്നു, കേരളം നേരിടുന്നു എന്നുള്ളതാണ്. ഇനി ഒരു വിജ്ഞാന സമൂഹം ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് അല്ലെ. എന്താണ് പുതിയ കാലത്ത് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടണമെങ്കിൽ ഒരു വിജ്ഞാന സമൂഹമായി, വിജ്ഞാനം അറിവാണ് അല്ലെ, അറിവുള്ള സൊസൈറ്റി ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാറണം. അറിവുണ്ടാവണം എല്ലാവർക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ദുരഭിമാന കൊലപാതകങ്ങൾ ഉണ്ടാവുന്നു അല്ലെ. 5, 6, 7 വയസ്സുള്ള കുട്ടികളെ അച്ഛന്മാർ എന്ത് ചെയ്യുന്നു, വിഷം കൊടുത്ത് കൊല്ലുന്നു. എന്തിനാണ്? ക്ലാസ് പഠിക്കുന്ന 14 വയസ്സുള്ള ഒരു പെൺകുട്ടി നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടു അല്ലെ. എന്താണ് 14 വയസ്സുള്ള ഒരു പെൺകുട്ടിന് സ്വന്തം അച്ഛൻ വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞു. എന്തിനാണ്? അതേ ക്ലാസ്സിലുള്ള മറ്റൊരു മതത്തിലുള്ള ഒരു കുട്ടിയോട് എന്ത് ചെയ്യാണ്, ഇഷ്ടം തോന്നിയതിന്റെ പേരിലാണ് അല്ലെ. ഒക്കെ നടക്കുന്നത് നമ്മുടെ സാക്ഷര കേരളത്തിലാണ് നമ്മൾ ആലോചിക്കുക അല്ലെ. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ അല്ലെ. ഈ പറയുന്ന എല്ലാ മാറ്റങ്ങളുമുള്ള ഇടമായിട്ട് പോലും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് വിജ്ഞാന സമൂഹമായി മാറേണ്ട? എന്താണ്? എല്ലാവരെയും മനുഷ്യരായി കാണാനും തുല്യമായി പരിഗണിക്കാനും അല്ലെ. ഈ ജാതിമത ഭേദങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് നമ്മളെല്ലാം ഒരുപോലെ മനോഹരമായിട്ട് ജീവിക്കേണ്ടതിന്റെ ഒക്കെ പ്രാധാന്യമൊക്കെ നമ്മൾ എന്തിലൂടെ പഠിക്കുന്നത്? നമുക്ക് അറിവുണ്ടാവുമ്പോഴാണ് അല്ലെ. അപ്പൊ ഒരു വിജ്ഞാന സമൂഹമായി നമ്മൾ മാറണം എന്ന് പറയുകയാണ് അല്ലെ. അപ്പൊ പുതിയ കാലത്തെ എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടാൻ എന്ത് ചെയ്യണം, നമ്മൾ വിജ്ഞാന സമൂഹമായി മാറുന്ന
മാറുന്നതിലൂടെയാണ് സാധിക്കുക. ശാസ്ത്രവിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലെ? ശാസ്ത്രം ഇത്ര കണ്ട് പുരോഗമിച്ചു കഴിഞ്ഞു, അല്ലെ? ഇത്രത്തോളം നമ്മളുടെ ശാസ്ത്രീയമായിട്ട് നമ്മൾ കണ്ടുപിടുത്തം, നാനോ ടെക്നോളജി, റോബോട്ടിക്സ് പോലെയുള്ള എന്താ പറയുക, പുതിയ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുന്നു സംഭവിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട്ടില് സാങ്കേതിക വിദ്യയൊക്കെ അല്ലെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു, അല്ലെ? അങ്ങ് എന്താ പറയുക, ചന്ദ്രനിൽ വരെ എന്താണ് സ്ഥലം വാങ്ങാനുള്ള പരിപാടിയിലാണ് നമ്മൾ ആളുകൾ. അത്രമാത്രം എന്താണ്, അത് ടീച്ചർ തമാശ പറഞ്ഞാണ്, അത്രമാത്രം എന്താണ് നമ്മുടെ ലോകം ഡെവലപ്പായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിജ്ഞാനം, ശാസ്ത്രവിജ്ഞാനം എന്ത് ചെയ്യണം, ജനങ്ങളിലേക്ക് എത്തണം. ശാസ്ത്ര അവബോധം, അതായത് നമ്മൾ പണ്ട് കാലത്ത് ഗുഹയിലൊക്കെ താമസിച്ച ആളാണ്, കാട്ടിലൊക്കെ ഉണ്ടായ ആളുകളാണ്, അല്ലെ? അവിടെ നിന്നാണ് നമ്മൾ ഈ വളർന്നു വന്നത്. അത് തീർച്ചയായും എന്തിന്റെ ഭാഗമായിട്ടാണ്, ശാസ്ത്രം വളർന്നതുകൊണ്ടാണ്, അല്ലെ? അങ്ങനെ ശുഭാപ്തി വിശ്വാസത്തിലൂടെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യണം, ആളുകളിലേക്ക് ഒരു വിജ്ഞാന സമൂഹമായി മാറേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാനാണ് അടുത്തൊരു പാരഗ്രാഫിൽ പറയുന്നത്, അല്ലെ? പിന്നീട് പറയുന്നത് നോളജ് സൊസൈറ്റിയെ കുറിച്ചാണ്, വിജ്ഞാന സമൂഹത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. 1970-കളിലാണ് എന്ത് ചെയ്തത്, ഈ ഒരു അല്ലെ ചിന്ത അല്ലെങ്കിൽ ഈ ഒരു സങ്കല്പം എന്ത് ചെയ്യുന്നത് രൂപപ്പെട്ടത്. അറിവിനായിരുന്നു ഇവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് കൃഷിക്ക് പ്രാധാന്യമുള്ള സമൂഹം ഉണ്ടായിരുന്നു. നമ്മളുടെ എന്താ പറയാ, വ്യവസായത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന സമൂഹം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഇപ്പൊ എന്തിനാണ് പ്രാധാന്യമുള്ളത്, അറിവിന് പ്രാധാന്യം നൽകുന്ന, അല്ലെ, വിജ്ഞാന സമൂഹമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, മാറിയിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് പറയുന്നത്, അറിവുണ്ടാവണം, അറിവ് പ്രസരണം, അറിവ് പ്രയോഗം, നവീന മേഖലകൾ, അല്ലെ? ഏതൊക്കെ പുതിയ മേഖലകളെ കുറിച്ച് പറയുന്നുണ്ട് പാഠഭാഗത്തില്, നിർമ്മിത ബുദ്ധിയെ കുറിച്ച് പറയുന്നു, റോബോട്ടിക്സിനെ കുറിച്ച് പറയുന്നു, ജീനോമിക്സിനെ കുറിച്ച് പറയുന്നു, നാനോ ടെക്നോളജിയെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അല്ലെ പാരഗ്രാഫിൽ നമ്മൾ പഠിക്കുന്നത്, അല്ലെ? അപ്പൊ എന്താണ് വിജ്ഞാന സമൂഹം എന്നതിന്റെ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു വിശകലനം എന്ത് ചെയ്യാം ആ ഒരു പാരഗ്രാഫിൽ നമുക്ക് കാണാം, അല്ലെ? ഇനി എന്താ പറയുന്നത്, യുനെസ്കോ, അല്ലെ? യുനെസ്കോയുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുന്നുണ്ട്, വിജ്ഞാന സമൂഹമായി മാറേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള യുനെസ്കോയുടെ കാഴ്ചപ്പാടുണ്ട്, അല്ലെ? അപ്പൊ എന്തായിരിക്കണം ഒരു വിജ്ഞാന സമൂഹം എന്നാണ് പറയുന്നത്, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവണം, വിദ്യാഭ്യാസത്തിന് അവകാശം, അല്ലെ? സാംസ്കാരികമായ പങ്കാളിത്തം, ബഹുഭാഷിത്വ അല്ലെ സംരക്ഷണം, അല്ലെ? അനേകം ഭാഷകളുണ്ട് ഒരു സമൂഹത്തിൽ. ഇപ്പൊ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളം മാത്രമല്ല മാതൃഭാഷ, പല ഭാഷയും മാതൃഭാഷയും സംസാരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ കെത്തൽ പഠിച്ചപ്പോൾ പഠിച്ചില്ലേ, അല്ലെ? അനേകം ഗോത്രഭാഷകളുള്ള ഇടമാണ് കേരളം, അല്ലെ? അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നിലനിർത്തണം എന്നുള്ളതാണ്, അല്ലെ? അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കൾച്ചർ, അല്ലെ, സംസ്കാരം എന്ത് ചെയ്യുന്നത് കൂടുതൽ വളരുകയുള്ളൂ എന്നുള്ളതാണ്, അല്ലെ? അങ്ങനെ പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു, തനത് അറിവുകളുടെ സംരക്ഷണം, അല്ലെ? അതായത് നമ്മുടെ നാട്ടിലുള്ള തനതായിട്ടുള്ള അറിവുകൾ, സംസ്കാരം ഒക്കെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന എങ്ങനെയാണ്, ഓരോ ഭാഷയും തനത് ഭാഷകളെ നമ്മൾ നിലനിർത്തുമ്പോഴാണ്, അല്ലെ? അപ്പൊ തനത് ഭാഷ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നു ഇവിടെ പറയുന്നു. പിന്നെ വിജ്ഞാന ഭാഷ എന്താണ് എന്നുള്ളതാണ് അടുത്ത നമ്മളുടെ ഒരു ചോദ്യം കേട്ടോ. അപ്പൊ എന്താണ് വിജ്ഞാന ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാരഗ്രാഫ് തന്നെ വിജ്ഞാന ഭാഷയെ കുറിച്ചാണ് പറയുന്നത്. നവീന വിജ്ഞാനധാരകൾ ഉൾക്കൊള്ളുന്ന ഭാഷയാണ്. പുതിയ 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 എല്ലാ നവീനമായ ആശയങ്ങളെയും പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളെയും പുതിയ പുതിയ സാധ്യതകളെയും, ഇപ്പോൾ മെഡിക്കൽ പരമാവട്ടെ ടെക്നോളജിക്കൽ പരമാവട്ടെ നമ്മളെ ലോകത്ത് നടക്കുന്ന എല്ലാ മാറ്റങ്ങളെയും കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഭാഷയിൽ ഉണ്ടാവണം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നവീന വിജ്ഞാനധാരകളെ ഒരു ഭാഷയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് ആ ഭാഷ എന്തായി മാറുന്നത്, ഒരു വിജ്ഞാന ഭാഷയായി, അറിവ് നൽകുന്ന ഭാഷയായി മാറുന്നത്. ഇപ്പൊ നമ്മൾ പലതരത്തിലുള്ള അറിവുകൾ നമുക്കിപ്പോൾ ലഭിക്കണമെങ്കിൽ നമ്മൾ നേരെ പോകുക എങ്ങോട്ടാണ്, ഇംഗ്ലീഷിൽ ഏതെങ്കിലും പുസ്തകങ്ങളിലേക്കാണ് നമ്മൾ നോക്കുക, അല്ലെ? കാരണം മലയാളത്തിൽ അത്തരം പുസ്തകങ്ങൾ നമുക്ക് അവൈലബിൾ ആവണമെന്നില്ല. പലതും വിവരങ്ങൾ പലപ്പോഴും നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിലോ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം അറിവ് മുഴുവൻ സംഭരിച്ച് വെച്ചിരിക്കപ്പെടുന്ന മറ്റു പല ഭാഷകളിലുമാണ്. എങ്കിലും മറ്റ് ഇതര പ്രാദേശിക ഭാഷകളെ വെച്ച് നോക്കുമ്പോൾ മലയാളം എത്രയോ അല്ലെ മുൻപന്തിയിലാണ് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള അറിവും എന്ത് ചെയ്യണം, ഇപ്പൊ എനിക്ക് ചന്ദ്രനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും സൂര്യനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും കടലിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും ഒരു മരത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും തലച്ചോറിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും ഇതെല്ലാം എനിക്ക് എവിടെ കിട്ടണം, എൻ്റെ സ്വന്തം ഭാഷയിൽ എനിക്ക് പഠിക്കാനാവണം. അപ്പോൾ മാതൃഭാഷയിലൂടെ നമ്മളൊരു പുതിയ കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്കത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാവുന്നത്, അല്ലെ? നമുക്കത് വിശാലമായിട്ട് ചിന്തിക്കാനും, അല്ലെ അതിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ്, ഓരോ മനുഷ്യനും അവനവന്റെ മാതൃഭാഷയിൽ പഠിക്കുമ്പോഴാണ്. അപ്പൊ അത് ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, അല്ലെ? എന്താണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ചൈന പോലെ ജപ്പാൻ പോലെ ടെക്നോളജിക്കലി അത്രയും ഉയരങ്ങളിൽ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ അല്ലെ, അവരിപ്പോ ശാസ്ത്രത്തിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അവർ 2060 ജീവിക്കുമ്പോൾ ഇപ്പോൾ ഇതുവരെ 2026 പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്, അല്ലെ? കാരണം എന്താണ്, അവർ ബേസിക് എഡ്യൂക്കേഷൻ മുതൽ, അല്ലെ, വളരെ പ്രാഥമികമായ വിദ്യാഭ്യാസം മുതൽ ഹയർ സ്റ്റഡീസ് വരെ അവിടെയുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന എന്താണ്, അവരുടെ മാതൃഭാഷയിലാണ്. ചൈനയിലാണെങ്കിൽ ചൈനീസ്, ജപ്പാനിലാണെങ്കിൽ ജാപ്പനീസ് ഭാഷയിലാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾ ബേസിക് എഡ്യൂക്കേഷൻ മുതൽ പഠിക്കുന്നത്. നമ്മളെ നാട്ടിൽ എങ്ങനെയാണ്, നമ്മള് അല്ലെ കാക്കേനെയും പൂച്ചനെയും കാക്കയെ കൂടെ ഇവിടെ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പാടി പഠിക്കുന്നു, അച്ഛ അമ്മ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു, ചോറ് വേണം വിശക്കുന്നു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ നമ്മുടെ ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്ത് ഒരു 4 വയസ്സാകുന്നേരം നമ്മളെ നേരെ എന്ത് ചെയ്യുന്നു,
പ്രീ പ്രൈമറി സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നു, നമ്മൾ ABCD പഠിപ്പിക്കുന്നു, അല്ലെ ABCD APPLE ഒരു വാക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു മറ്റൊരു ഭാഷയിൽ. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റൊരു ഭാഷയിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറിവ് നേടുന്നത്. മറ്റൊരു ഭാഷ മോശമാണ് എന്നല്ല ടീച്ചർ പറഞ്ഞല്ലേ, ഒരു ഭാഷയും മോശമല്ല അല്ലെ. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എപ്പോഴും എങ്ങനെയാണ്, മാതൃഭാഷയിൽ കൂടെ പഠിക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ മാതൃഭാഷയിലൂടെ നമ്മൾ കാര്യങ്ങൾ നേടുമ്പോൾ എന്ത് ചെയ്യാം, നമുക്കത് വിശാലമായിട്ട് പഠിക്കാൻ പറ്റുക അല്ലെ. അപ്പൊ മാതൃഭാഷയുടെ പ്രാധാന്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ, അപ്പോൾ നമ്മളൊരു ഇപ്പോൾ സയൻസ് ക്ലാസ്സിലാണെങ്കിലും ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിലാണെങ്കിലും അല്ലെ, കംപ്ലീറ്റ് അത് ഇംഗ്ലീഷിൽ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ? ഇംഗ്ലീഷ് അറിയാത്ത പ്രശ്നമൊന്നും നമുക്കില്ല, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും, വാക്കുകൾ അറിയാം, കൂട്ടി വായിക്കാൻ അറിയാം. പക്ഷെ എങ്കിലും അത് കംപ്ലീറ്റ്ലി നമുക്ക് അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ അത് എപ്പോഴും എങ്ങനെയായിരിക്കും, നമ്മുടെ സ്വന്തം, അത് ഏതൊരാൾക്കും, ഇപ്പോൾ തമിഴാണെങ്കിൽ തമിഴ്, തെലുങ്കാണെങ്കിൽ തെലുങ്ക്, അത് അവരുടെ സ്വന്തം ഭാഷയിലൂടെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഓരോ ആളുകൾക്കും അത് കൃത്യമായി അത് മനസ്സിലാവുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അതാ പറയുന്നത്, വിജ്ഞാന ഭാഷ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളെയും, നവീന വിജ്ഞാനധാരകളെയൊക്കെ, പുതിയ പുതിയ നവീനമായ കാര്യങ്ങളൊക്കെ എന്താണ്, സ്വന്തം ഭാഷയിലൂടെ പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിൽ കൂടുതൽ നമുക്ക് അറിവുണ്ടാവുക അല്ലെ. അപ്പോൾ കൂടുതൽ വിജ്ഞാന മേഖലകൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഭാഷ വളരുക അല്ലെ. അപ്പോൾ എല്ലാ തരത്തിലുള്ള നവീനമായിട്ടുള്ള കാര്യങ്ങളെയും ഉൾക്കൊള്ളുമ്പോഴാണ് ഭാഷ വളരുന്നത് അല്ലെ. അപ്പോൾ വിജ്ഞാന ഭാഷയുടെ സവിശേഷതകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പുത്തൻ പദാവലികൾ ഉണ്ടാവണം. വിജ്ഞാന ഭാഷയായിട്ട് നമ്മൾ മാറുമ്പോൾ എന്ത് ചെയ്യണം, ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയിൽ എന്താണ്, ഇപ്പോൾ ഉള്ള സാധനങ്ങൾ മുഴുവൻ ടീച്ചർ പറയാം. ലെക്ചർ സ്റ്റാൻഡ് ഉണ്ട് അല്ലെ, അതിന് നമ്മൾ ക്ലാസ് എടുക്കാൻ നിൽക്കുന്ന അല്ലെ മേശ നമ്മൾ പറയില്ല, ലെക്ചർ സ്റ്റാൻഡ്. ഇതെന്താണ്, മൗസ് അല്ലെ, ഇത് ഫോൺ, മൊബൈൽ ഫോൺ, ഇത് iPad അല്ലെ, ഇത് റിമോട്ട്, ഇത് ക്യാമറ, AC, TV, ഇതൊക്കെ ആലോചിച്ച് നോക്കൂ അല്ലെ. ഇതൊക്കെ നമ്മൾ എന്താണ്, വിഡ്ഢിപ്പെട്ടിയിലാണ് നമ്മൾ പറയുന്നില്ല, നമ്മളത് TV തന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ പദങ്ങളൊക്കെ മറ്റൊരു ഭാഷയിലുള്ള പദങ്ങളാണ് അല്ലെ. അപ്പൊ നമ്മൾ സാങ്കേതികപരമായിട്ട് വളരുന്ന സമയത്ത്, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിനൊക്കെ പുതിയ പുതിയ പദങ്ങൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഭാഷയിൽ ഉണ്ടാവണം, ഓരോ ഭാഷയിലും ഉണ്ടാവണം. അപ്പോഴാണ് ഒരു ഭാഷ എന്ത് ചെയ്യുന്നത്, വളരുന്നത്. അല്ലെങ്കിൽ മറ്റു പദങ്ങൾ തന്നെയല്ലേ നമ്മൾ ഉപയോഗിക്കണേ അല്ലെ. അപ്പൊ പുത്തൻ പദാവലികൾ ഉണ്ടാവണം, ശാസ്ത്ര സാങ്കേതിക ശബ്ദാവലികൾ ഉണ്ടാവണം അല്ലെ, പുസ്തകങ്ങളുടെ വിവർത്തനം ഉണ്ടാവണം. അതായത് നമ്മളിപ്പോൾ റോബോട്ടിക്സ്, നാനോ ടെക്നോളജി, പലതരത്തിലുള്ള ടെക്നോളജികൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള എല്ലാത്തിനെ കുറിച്ചുള്ള പഠനങ്ങൾ എന്താണ്, പല ഭാഷകളിൽ ഉണ്ടാവും അല്ലെ. അതൊക്കെ എന്ത് ചെയ്യണം, നമ്മളുടെ ഭാഷയിലേക്ക് എന്ത് ചെയ്യണം, തർജ്ജമ ഉണ്ടാവണം. നമ്മളെ കുട്ടികൾക്ക് പഠിക്കണ്ടേ, നമുക്ക് അറിയണ്ടേ ഇതിനെക്കുറിച്ച്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ സ്വന്തം ഭാഷയിൽ അത് പഠിക്കാൻ പറ്റണം, വായിക്കാനാവണം അല്ലെ. അപ്പോൾ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. മറ്റൊന്ന് മൂലഗ്രന്ഥങ്ങളുടെ നിർമ്മാണം. എല്ലാ കാലത്തും ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തത് മാത്രം പഠിച്ചാൽ മതിയോ, ഉള്ള ഭാഷയിലും എഴുതണം ഇതിനെക്കുറിച്ചൊക്കെ അല്ലെ. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിനെക്കുറിച്ച് എഴുതാനാവണം അല്ലെ. അതേപോലെ ഭാഷാ പ്രയോഗങ്ങൾ അല്ലെ, പരീക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യണം, നടക്കണം എന്നുള്ളതാണ്. അതുപോലെ മലയാളവും വിജ്ഞാന ഭാഷയുമാണ് അല്ലെ. എന്താണ് അതിന്റെ പ്രത്യേകത, മലയാളത്തിൽ എന്ത് ചെയ്യാൻ പറ്റണം, വിജ്ഞാനങ്ങൾ, അറിവ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കണം. മറ്റു ഭാഷകൾ മലയാളത്തിലേക്ക് നോക്കുന്ന സ്ഥിതി ഉണ്ടാവണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ വിളിച്ച് നോക്കണം എന്നാണോ, അല്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ട്രാൻസ്ലേറ്റർ കൃതികൾ ഉണ്ടാവണം എന്നുള്ളത്. അതേപോലെ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യണം, മലയാളത്തിലേക്ക് നോക്കണം. അതായത് ഇവിടെ കൃതികൾ ഉണ്ടാവണം മലയാളത്തിൽ, ഇവിടെയുള്ള പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യപ്പെടണം, ആളുകൾ ഇവിടെയുള്ള കാര്യങ്ങളും പഠിക്കണം. മനസ്സിലായോ? അപ്പൊ അറിവുകൾ ലഭിക്കുന്ന ഒരു ഭാഷയായിട്ട്, വിജ്ഞാന ഭാഷയായിട്ട് മാറുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഭാഷ അല്ലെ എല്ലാ ഇടങ്ങളിലേക്കും എത്തുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ മലയാളത്തിൽ നിന്നുള്ള വിവർത്തനങ്ങൾ നടക്കണം അല്ലെ. പിന്നെ മാതൃഭാഷ അധിഷ്ഠിത പഠനം, നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ അവഗാഹം മാതൃഭാഷയിലൂടെയാണ് എളുപ്പം. ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, എന്ത് കാര്യങ്ങളാണെങ്കിലും അത് ഏറ്റവും ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എപ്പോഴും എന്തിലൂടെ ആയിരിക്കും, മാതൃഭാഷയിലൂടെ ആയിരിക്കും അല്ലെ. അപ്പൊ മാതൃഭാഷയിലൂടെയുള്ള പഠനത്തിന് പ്രാധാന്യം നൽകണം. അറിവ് സാമൂഹിക ഇടപെടലുകളിലൂടെയാണ് രൂപപ്പെടുന്നത് അല്ലെ. അപ്പൊ ഭാഷയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട് അല്ലെ. സമൂഹ ഭാഷയിൽ അറിവ് എന്ത് ചെയ്യണോ, കുറച്ചുകൂടെ ശക്തമാകും എന്നുള്ളതാണ്. പിന്നെ കേരളം ഒരു വൈജ്ഞാനിക സമൂഹമാവാൻ അല്ലെ, വിജ്ഞാന ഉൽപാദനം വർദ്ധിപ്പിക്കണം, മലയാള ഭാഷയെ കുറച്ചുകൂടി ആധുനികവൽക്കരിക്കണം, കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും അല്ലെ. കേരളത്തിന്റെ മാതൃക എന്ന് പറയുന്നത് എന്താണ്, ലോക മാതൃകയായി തീരുന്ന ഒരിടം തന്നെയാണ് കേരളം അല്ലെ. കുറച്ച് കാര്യങ്ങൾ കൂടെ എന്താണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഭാഷയും എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് എന്താണ്, ലോകത്തിന് മാതൃകയായേക്കാവുന്ന ഒരിടമായിട്ട് മാറും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത് നമ്മുടെ ഭരണാധികാരികൾക്ക് അതിന്റെ ഇച്ഛാശക്തി ഉണ്ടാവണം എന്നുള്ളതും അല്ലെ, നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഭാഷയെ മാറ്റണം എന്നുള്ളതോ, അതിനനുസരിച്ച് നമ്മളുടെ സൊസൈറ്റി മാറും എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ്, സി മുരളീധരന്റെ ലേഖനമാണ് നമ്മളുടെ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റുകൾ വെച്ച് മക്കൾ ആ ടെക്സ്റ്റ് വായിച്ചു നോക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും.
ടീച്ചർ പറഞ്ഞ ഓരോ അല്ലേ നമ്പർ ഇട്ടിരിക്കുന്നപ്പോൾ 8, 7 ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഓരോരോ ചോദ്യങ്ങളാണ് കേട്ടോ. വിജ്ഞാന സമൂഹത്തിന്റെ ആവശ്യകത അല്ലെ, എന്താണ് കേരളത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ആദ്യത്തെ പാരഗ്രാഫ് അല്ലെ, വിജ്ഞാന സമൂഹം എന്താണെന്നുള്ളത്, യുനെസ്കോയുടെ കാഴ്ചപ്പാട്, ഇതൊക്കെ എന്താണ് ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഈ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. പരീക്ഷയ്ക്ക് ഇങ്ങനെ പോയിന്റുകൾ എഴുതിയാൽ മാർക്ക് കിട്ടില്ല, അത് വിശദീകരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാഠഭാഗങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മക്കൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു പാഠഭാഗം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ ടീച്ചർക്ക് അറിയില്ല അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ടീച്ചർക്ക് അത് മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഏതാണ് പാഠം വേണ്ടതെന്ന് കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു പാഠഭാഗമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.